ചോദ്യങ്ങളുടെ രൂപമാറ്റം കണ്ട് മോഡൽ പരീക്ഷയ്ക്ക് ശേഷം മാതാപിതാക്കന്മാരുടെ സമരം വാർത്തയായിരുന്നു. പരീക്ഷയുടെ രീതികൾ മാറി, ചോദ്യങ്ങൾ ആകമാനം പുതുരൂപം സ്വീകരിച്ചു. ഇത് തിരിച്ചറിയാതെ സമരം ചെയ്തിട്ടെന്താ കാര്യം? ഓർത്തെടുക്കലിൻ്റെ രീതിയിൽ നിന്ന് കോമ്പിറ്റൻസി ബേസ്ഡ് അസസ്മെൻറ്റിലേക്ക് പരീക്ഷകൾ മാറി. കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ആപ്ലിക്കേഷൻസ് എന്നിവ ചിന്തിച്ച് മനസ്സിലാക്കി ഒരുങ്ങിയാലേ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പാകൂ. പുസ്തകത്തിലുള്ളവ പഠിച്ച് അതേ വാക്കുകളിൽ കൃത്യമായി എഴുതുന്നതിന് ഉള്ള അവസരം, ചോദ്യങ്ങൾ ഇനി കുറവായിരിക്കും. 30% ചോദ്യങ്ങൾ ഈ വിഭാഗത്തിൽ ഉണ്ടാകില്ല. കേസ് സ്റ്റഡീസും കൺസെപ്റ്റ് മനസ്സിലാക്കിയതിൻ്റെ വിവരണങ്ങളും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കാലിക സംഭവങ്ങളുമായി ബന്ധിപ്പിച്ച് ചിന്തിച്ച് എഴുതേണ്ടി വരും. മിക്കവാറും ഇവ പുസ്തകങ്ങളിൽ പരാമർശിക്കാത്തവ ആയിരിക്കും. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഡയറക്റ്റീവ് അനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ. ഇതിൻ്റെ ലക്ഷ്യം ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിൽ ഉള്ള ഹോളിസ്റ്റിക് ലേണിംഗ് ശീലങ്ങൾ പരിശീലിപ്പിക്കലാണ്. ഇതിലൂടെ കുട്ടികളിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇൻ റിയൽ ലൈഫ് സെനാരിയോസ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നീ കഴിവുകൾ വളരും. അങ്ങനെ ഭാവി തലമുറയുടെ ചിന്താശക്തിയെ, അറിവിനെ വ്യാഖ്യാനിക്കാനുള്ള കഴിവുകളെ പാകപ്പെടുത്തി കഴിവുകളിൽ അധിഷ്ഠിതമായ പഠനഫലങ്ങൾ നിർമ്മിക്കാനാകും. ഈ തരത്തിൽ പരീക്ഷയെ സമീപിക്കാൻ പുസ്തക വായന മാത്രം പോരാ. പഠിക്കുന്ന കൺസെപ്റ്റ്സിനെ കൃത്യമായി മനസ്സിലാക്കണം. ഇവയുടെ പ്രായോഗിക മേഖലകൾ തിരിച്ചറിയണം. സ്വന്തം ഭാഷയിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ പഠിക്കണം. ഇതിൻ്റെ ഭാഗമായി ആപ്ലിക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, കേസ് സ്റ്റഡീസ് എന്നിവ പരിശീലിക്കണം. ആത്മനിഷ്ഠമായും വസ്തുനിഷ്ഠമായും പഠന വിഷയങ്ങളെ വിലയിരുത്തണം. പ്രായോഗിക പരിഹാര സിദ്ധി, പ്രായോഗിക അറിവ്, പ്രശ്ന പരിഹാരം, വിശകലന കഴിവുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ പുസ്തകവും പഠിച്ച വിഷയങ്ങളുടെ ചുറ്റുപാടിലെ പ്രായോഗിക തലങ്ങളും ചർച്ചകളും സ്വന്തം ഭാഷയിലുള്ള വിശദീകരണങ്ങളും എല്ലാം ചേർന്ന പഠനം നടക്കണം. ഡോണ്ട് ജസ്റ്റ് റീഡ് ദ ചാപ്റ്റർ, understand the logic behind it. The new format rewards curiosity over cramming.